എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞായറാഴ്ച ആണല്ലോ, ഈ ആഴ്ചയിൽ നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജുകൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ഇല്ല. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വിടുക. ഇന്ന് നമുക്ക് പയൽ റീഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചുവപ്പ് ഒരു പച്ച രണ്ട് ബാങ്കിളാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. പച്ച ഫസ്റ്റ് ബാങ്ക്, പച്ച ഫസ്റ്റും റെഡ് സെക്കൻഡും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Universe, ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പച്ച ബാങ്കിള് സെലക്ട് ചെയ്ത ആൾക്കാര് ഉള്ള റീഡിംഗ് ആണ് ഫസ്റ്റ്. ഇനി നിങ്ങൾ ഒരു സ്റ്റാർ ആയി തിളങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. ഒരു പുതിയൊരു പേഴ്സൺ ആവാൻ പോകണമെന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യങ്ങളെ കുറിച്ചും വേവലാതി ഇല്ലാതെ നല്ല ഒരു മനസ്സിന് സമാധാനം, നല്ല ശാന്തതയൊക്കെ ഉള്ളൊരു ഒരു നല്ലൊരു പേഴ്സൺ ആവും എന്നാണ് പറയണത്. എല്ലാ കാര്യങ്ങളും ഇനി ഭാഗ്യമാണ് വരാൻ പോകുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ഒരു ശാന്തതയാണ് ഇനി വരാൻ പോകുന്നത്. ലൈഫിലൊരു വലിയൊരു പ്രോബ്ലം നടന്നതിന് ശേഷം ഉള്ളൊരു ശാന്തത. ഇനിയൊരു പുതിയ അവസരങ്ങൾ വരാം. ഇനി നല്ലൊരു സ്റ്റാറായി തിളങ്ങാൻ പോകണു എന്നാണ് പറയുന്നത്. നല്ല നല്ല കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വിവാഹത്തിനൊക്കെ നിങ്ങളിപ്പോ ഒരു റിലേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് പറയണത്. അതിനൊക്കെ ഒരു സാധ്യതയാണ് പറയണത് കേട്ടോ. മാരേജിന് സമയമായി, പ്രൊപ്പോസലൊക്കെ വരാം, നല്ല 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 റിലേഷൻഷിപ്പ് വരാം. അതിനൊക്കെ പറ്റിയൊരു സമയമാണ് പറയണത്. നല്ല ഉയർന്ന ചിന്താഗതിക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നല്ല ധൈര്യമൊക്കെ ഉണ്ട്, നല്ല നല്ല ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ്, കലാപരമായിട്ടൊക്കെ കഴിവുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു സൗഹൃദത്തിന്റെ, നല്ല ബന്ധത്തിന്റെ ഒക്കെ മനോഹരമായ ഒരു തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. പിന്നെ വേർപിരിഞ്ഞ ബന്ധങ്ങളൊക്കെ ഒന്നിക്കാം,
അത് ന്യൂ ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളടുത്ത് മിണ്ടാതിരുന്നവരൊക്കെ നിങ്ങളടുത്ത് മിണ്ടാനായിട്ടൊരു സാധ്യത, ഇനി ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സന്തോഷങ്ങൾ കിട്ടാം, സമ്മാനം കിട്ടാം, സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുക. എന്തൊക്കെയോ നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. സന്തോഷകരമായ സംഭവങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. കൂടിച്ചേരല്, പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഒന്നിക്കാനായിട്ടൊരു സമയമായിട്ടുണ്ട്. വിവാഹം, സന്തോഷകരമായ ജീവിതം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ചയാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ ഉയർച്ചയാണ് വരാൻ പോകുന്നത്. താൽക്കാലികമായ സാമ്പത്തിക സ്ഥിരത ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴേ ഉണ്ട്. ഇനി നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വൻ വിജയങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അതിനൊക്കെ നിങ്ങൾക്ക് സാധ്യതയാണ് പറയണത്. ഇപ്പൊ നിങ്ങളെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, ഇല്ലാത്തവര് അത് വിട്ടേക്കാം. ഒരു റിലേഷൻ ഉള്ളവര് അതിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് ദീർഘകാലത്തേക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു ഹോബി നിങ്ങളുടെ ഒരു വരുമാനമായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ടൊരു സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ഇനി വിജയമാണ്. നിങ്ങളൊക്കെ എന്ത് തുടങ്ങിയാലും നിങ്ങൾ അതിൽ ഉറച്ച വിശ്വാസമാണ് നിങ്ങൾ അതിൽ ജയിക്കുമെന്ന്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി ഉണ്ടാവുക, നല്ല നല്ല എല്ലാ കാര്യങ്ങൾക്കും ഇനി നല്ല എന്താ പറയാ പ്രതീക്ഷകളും സംതൃപ്തി ആനന്ദവും എല്ലാം വരാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് പറയണത്. നല്ല ബന്ധം, നല്ല കുടുംബജീവിതം, സന്തോഷം, സമാധാനം, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാവുക. പുതിയ അല്ലെങ്കിൽ പഴയ ബന്ധം, അല്ലെങ്കിൽ പഴയ ബന്ധം നല്ല രീതിയിൽ വരിക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബന്ധങ്ങൾ വരിക, നല്ല ദാമ്പത്യം എല്ലാം ഉണ്ടാവാൻ പോണെന്നാണ് പറയണത്. പിന്നെന്താ, നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാവുക. നിങ്ങളിപ്പോ ഒരു റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായ സന്തോഷകരമായ ദാമ്പത്യം, സന്തോഷം, സമാധാനം, ആഘോഷം, ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് ഉണ്ടാവാൻ പോകുന്നത്. നല്ലൊരു പാർട്ട്ണർ വരാൻ പോകുന്നു. നല്ല സൗഹൃദം ഉണ്ടാവാൻ, നല്ല ദാമ്പത്യമാണ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ എല്ലാം കാലം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ലൊരു കാലമാണ് വരുന്നത്. കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞു. ഇനി ഒപ്പം തന്നെ നല്ലൊരു കാലത്തിന്റെ ഒരു തുടക്കമാണ് വരാൻ പോകുന്നത്. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ കഴിയും. എല്ലാം പൂർത്തീകരിച്ചതിന്റെ കാർഡാണിത്. എന്തായാലും ഇനി നല്ല കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു നല്ല നല്ല അവസരങ്ങൾ വരാം, നല്ല നല്ല ബന്ധങ്ങൾ വരാം. ഇനി നല്ല നല്ല കാര്യങ്ങൾ, നല്ല മാറ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഒരു ലൈഫിലൊരു പുതിയൊരു തുടക്കമാണ് തന്നെ ഉണ്ടാവാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷയോട് കാത്തിരിക്കാനാണ് പറയുന്നത്. അടുത്തത് ഈ റെഡ് ബാങ്കിള് ഇത് സെലക്ട് ചെയ്ത ആൾക്കാരുടെ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് ആരും നിങ്ങൾക്ക് എന്തൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. മറന്നിരുന്നുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുക. നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ചീറ്റിങ് വരിക. നിങ്ങൾക്ക് എന്തോ ചീറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വഞ്ചന, നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയായിരിക്കും. നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും. രഹസ്യമായിട്ട് നിങ്ങൾ അറിയാതെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങൾക്ക് അപ്പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ഇട്ട് പണി തരുന്നുണ്ട്. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക. ഒരു പണി വന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക്. അതൊന്ന് സൂക്ഷിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് കളവ് പോവേ അല്ലെങ്കിൽ കളവ് പറയേ, നിങ്ങളെ സ്നേഹിക്കുന്ന ആള് ഒരു റിലേഷൻ ആണെങ്കിൽ അതിലെന്തെങ്കിലും ചീറ്റിങ് വരാ, നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് കളവ് പറയാ, കള്ളങ്ങള് നിങ്ങളെ ചതിക്കുക, കളവ് പറയാ, കളവ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടാവാം. അപ്പൊ എവിടെന്നോ നിങ്ങൾക്കൊരു പണി വന്ന് കിടക്കുന്നുണ്ട്. അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ഒഴിഞ്ഞിടെ, അങ്ങനെയൊക്കെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരാളുടെ ഒരു
നിങ്ങൾ മറന്നിരുന്നോണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ഒന്ന് സന്ധ്യക്കൊക്കെ ഒന്ന് ഉഴിഞ്ഞിട്, ഒത്തിരി ഉപ്പും മുളകും കടുകൊക്കെ എടുത്ത് ഉഴിഞ്ഞിടേ, അങ്ങനെയൊക്കെ ചെയ്യണം. ഈ റെഡ് ബാങ്കിള് സെലക്ട് ചെയ്തവര് കേട്ടോ, ഒരു പണി വന്ന് കിടക്കുന്നതാണ്, എന്തെങ്കിലും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്താണ് 5 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു എന്താ പറയാ, കഴിഞ്ഞ ഒരു കാലത്തിൽ എന്തെങ്കിലും ആ റിലേഷൻഷിപ്പില് എന്തെങ്കിലുമൊക്കെ ഒരു ചീറ്റിങ് വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പൊ അത് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വിട്ടേച്ച് പോവാ, ലൈഫിൽ നിന്ന് ഒരാൾ പോയി എന്നാണ്, നിങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ വേർതിരിഞ്ഞ് പോയെന്നാണ് പറയുന്നത്. അതൊക്കെ ഓർത്തിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതെന്തായാലും വിഷമിച്ചിരിക്കേണ്ട. ഇനി പാസ്റ്റിനെ കുറിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട, അതൊക്കെ മറക്കാം. ഇനി പ്രസന്റ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കാനാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് ഇനി നോക്കണ്ട. ഇനി നല്ലത് ഇനി വരും, അത് നോക്കാം. അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയണത്, 8 ഓഫ് വാൻഡ് ഉണ്ട്. ഒരു ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട്. കാലതാമസത്തിന് പോരാട്ടത്തിനൊക്കെ ശേഷമുള്ള ഒരു പ്രവർത്തന കാലഘട്ടം. ഇനി ഐക്യമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്, പ്രണയത്തിലേക്കുള്ള ഒരു സാധ്യത. നിങ്ങൾക്ക് ഒരു നല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ വന്ന് കാണാനോ അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരെ എടുത്തതിനും എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പുതിയ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാനായിട്ടൊരു സാധ്യത, പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബന്ധം തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ളത് തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ വരാനോ, ഇനി നല്ല സ്നേഹം അടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത്. പുതിയ പുതിയ ആശയങ്ങള്, പുതിയ പുതിയ തുടക്കങ്ങള്, പുതിയ പുതിയ പദ്ധതികള്, മുന്നേറ്റങ്ങള്, എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ചോയ്സസ് ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങളിപ്പോ ഒരു റിലേഷൻ ആണെങ്കിൽ അതില് ചോയ്സസ് ഉണ്ട്. അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അതിലും ചോയ്സസ് വരാം. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അത് ചോയ്സസ് ഉള്ളതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വരുന്നത്. ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തളർന്നിരിക്കാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാത്തിലും ഒരു ജോലിയുടെ കാര്യത്തിലായാലും അതിലൊരു തേർഡ് പാർട്ടി കിടന്ന് കളിക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പൊ ഒരു റിലേഷനിലായാലും അതിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി പല രീതിയിലാവാട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ട്. അതെന്തായാലും വളരെ ശ്രദ്ധിക്കാം, ഒരു ജാഗ്രതയോടുകൂടി ഇരിക്കാം. പിന്നെന്താണ് ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോ എന്താ, ഇനി ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ പാർട്ണർ ഇപ്പൊ ഒരു റിലേഷൻ ആണെങ്കിൽ, ഇപ്പൊ ഒരു പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്, ഇനി ലൈഫില് സക്സസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും വരാൻ പോകുന്നത്. ഇനി പല വിധത്തിലൂടെ സോഴ്സിലൂടെ ഒക്കെ നിങ്ങൾക്ക് പണം വരുന്ന പറയുന്നത്. ഒരു അബണ്ടന്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. വീട്, പ്രോപ്പർട്ടി, കാറ്, നിങ്ങൾക്ക് എന്തൊക്കെയാ ലൈഫിലേക്ക് വേണ്ട അതെല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ വരാം. സമൃദ്ധിയും സ്ഥിരതയും സുരക്ഷിതത്വം എല്ലാ മേഖലകളിലും വിജയമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകണം. നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണോ കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്നത് അതിനെല്ലാം നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഈ റെഡ് ബാങ്കിള് എടുത്തവര്, ഇത് സെലക്ട് ചെയ്തവര് എന്തായാലും സന്ധ്യയാകുമ്പോ ഒന്ന് ഉപ്പും മുളകും കടുകൊക്കെ ഒന്ന് ഉഴിഞ്ഞിടാം. ഒരു അടുത്തുള്ള ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ശത്രുസംഹാരാർച്ചനയോ അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി അതൊക്കെ ചെയ്യാം. ശത്രുസംഹാരാർച്ചനയ്ക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട് എല്ലാവരും. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.